മോഹൻലാലിനെ പുള്ളി മറക്കാൻ ബ്രോ പറഞ്ഞു മറക്കാൻ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, സത്യം പറഞ്ഞ എന്തോ ചിന്തിച്ചാലും മോഹൻലാലിന്റെ ലൂസിഡ് ഡ്രീംസ് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു അലാറം വെച്ച് എണീക്കുക, എന്നിട്ട് ജസ്റ്റ് 6 മണിക്കൂർ കറക്റ്റ്. നിങ്ങൾ പ്രേതം സിനിമയിൽ അജു വർഗീസിന്റെ അടുത്ത് ജയസൂര്യ ഒരു സംഭവം പാസ്വേഡ് ചോദിച്ചിട്ട് അത് പുള്ളി മെന്റലിസത്തിലൂടെ പറയുന്ന കേട്ട് കാണുമല്ലോ, അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് കാര്യം ഇവിടെ ഞാൻ നിങ്ങളെ പറഞ്ഞ് കാണിക്കാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ വ്യത്യസ്തമായ വീഡിയോയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മൊത്തം കാണണം. കാരണം നിങ്ങൾ ഞെട്ടും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നിങ്ങൾ ഞെട്ടും, ഞാൻ ഞെട്ടി എന്തായാലും ഈ വീഡിയോ കണ്ടപ്പം. ജസ്റ്റ് ഒരു സംഭവമാണ്, നമ്മൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ പ്രേതം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ അനുഭവിച്ചിരുന്ന സംഭവമാണ് മെന്റലിസം. അതായത് സയൻസിൽ തന്നെ ഒരു ഭയങ്കര വളർച്ചയ്ക്ക് ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു സംഭവമാണ്. അടുത്തിടയ്ക്ക് നല്ല പണ്ട് തൊട്ടുണ്ട്, പക്ഷേ ഈ അടുത്തിടയ്ക്കാണ് ഒത്തിരി ഒരു ഇതിലേക്ക് വന്നത്, മെന്റലിസം എന്ന് പറഞ്ഞ സംഭവം. അപ്പം അതിൽ എന്തൊക്കെ സത്യമുണ്ട്, അത് സത്യമാണോ, അതിൻ്റെ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഞാൻ ചെയ്ത് കാണിക്കാം. മൈൻഡ് ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് മാജിക്കോ ഒന്നുമല്ല, ഇത് വേറെ വെറൈറ്റി സംഭവമാണ്. നിങ്ങൾ മൊത്തം ഒന്ന് കാണാം. ഞാനൊരു 3-4 വീഡിയോ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആ സംഭവം തോന്നും, ഉറപ്പുള്ള കാര്യമാണ്. എനിക്കത് തോന്നി. അപ്പം ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബ്രോ പറയുന്നത് ഫസ്റ്റ് ഒരു 10 സെക്കൻഡ് കണ്ണടയ്ക്കാനാണ്. അപ്പം കുറച്ച് നിങ്ങൾ പറ്റുമെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്നെങ്കിൽ ജസ്റ്റ് 10 സെക്കൻഡ് കണ്ണടച്ചിട്ട് ആ ബ്രോ പറയുന്നത് ചിന്തിക്കുക. അപ്പം ഞാൻ ചിന്തിക്കാൻ പോകണം. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഹായ്, മെന്റലിസ്റ്റ് ആണ് ഹിയർ. ഒരു 10 സെക്കൻഡ് നേരം കണ്ണടയ്ക്കാൻ പറ്റുമോ? വീട്ടിൽ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 10 സെക്കൻഡ് കണ്ണടയ്ക്കണം. ഒരു കുഞ്ഞ് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ശരി, കണ്ണടച്ചെന്ന് വിശ്വസിക്കുകയാണ്. ഇത് ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്ക് മാത്രമേ വർക്ക് ആവുള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇമാജിൻ ചെയ്യുക. ആ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു രംഗം വിഷ്വലൈസ് ചെയ്യുക. 3, 2, 1 ഓപ്പൺ യുവർ ഐസ്. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു വലിയ ഗെയിമാണ്. അതിൽ കീപ്പേഴ്സ് ഉണ്ട്, അതിൽ ബൗളിംഗ്, ബാറ്റ്സ്മാൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഫീൽഡേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വന്ന വിഷ്വൽ എന്ന് പറയുന്നത് സ്റ്റെമ്പിന് മുന്നിൽ നിന്ന് ബാറ്റും പിടിച്ച് നിൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാം. അല്ല എന്ന് ഉള്ളവർ ഇതല്ല വിചാരിച്ചെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക. ഇത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ തോന്നിയെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. 100% എനിക്ക് തോന്നി ഫ്രണ്ട്സ്. കാരണം നിങ്ങളിത് കേട്ടിട്ടില്ല, നേരത്തെ കേൾക്കാത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തോന്നിക്കാണും. ജസ്റ്റ് മഹാത്മാഗാന്ധി ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ചിന്തിച്ചിരിക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഗാന്ധിജി ഒരു ബാറ്റ് പിടിച്ചിരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. കാരണം അതെന്താണെന്ന് അറിയത്തില്ല, ഇതാണ് മെന്റലിസം ഫ്രണ്ട്സ്. ഇതാണ് മെന്റലിസം. നമ്മൾ കോമൺലി ഒരു 90% ആൾക്കാരും ചിന്തിക്കുന്ന കാര്യമാണ് ഇവരെന്തോ ഒരു ഇത് മാജിക്കൽ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് അടുത്ത വീഡിയോ കണ്ടു നോക്കാം. മെന്റലിസ്റ്റ് ആണ് ഹിയർ. നമ്മൾ ഗാന്ധിജിയുടെ എക്സ്പെരിമെൻറ്റ് ചെയ്ത പോലെ നമുക്കൊരു എക്സ്പെരിമെൻറ്റോടെ ഒന്ന് ചെയ്തു നോക്കാം. ഒന്ന് കണ്ണടയ്ക്കാവോ? ശരി, കണ്ണടച്ചിട്ട് നിങ്ങൾ ലാലേട്ടനെ കുറിച്ച് മാത്രം ഓർക്കരുത്, ലാലേട്ടനെ മറന്നു കളയുക. ഓക്കെ, ഞാൻ 5 വരെ എണ്ണും. ആ സമയത്ത് ലാലേട്ടൻ്റെ ഒരു ഇമേജ് പോലും മനസ്സിൽ വരരുത്. 1, 2, 3, 4, 5. എന്ത് പറ്റി? ലാലേട്ടനെ നമുക്ക് അങ്ങനെ കണ്ണു തുറന്നോളൂ കേട്ടോ. ലാലേട്ടനെ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. കാര്യം, നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ മറക്കണം എന്ന് വിചാരിക്കുന്നത്, ആ കാര്യമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്. ഇതുകൊണ്ടാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ എക്സ് ലവറിനെയൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത എന്താണെന്ന്. അതിൻ്റെയൊക്കെ റീസൺ ഇതാണ്. ഇത് നമുക്ക് പഠനത്തിൽ അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ല നമ്മളിപ്പോൾ പഠിക്കുന്നത്, ഇനി നമ്മൾ മറക്കാൻ വേണ്ടി പഠിച്ചു നോക്കിയാൽ നമുക്ക് അതും ഈസി ആക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞല്ല, മമ്മൂക്ക ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗാണ്. അമേസിംഗ് എന്നാണ്, അമേസിംഗ്. കാരണം ഒന്ന് ആലോചിക്കുക ഫ്രണ്ട്സ്, നമ്മൾ എന്തെങ്കിലും മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല, അത് തന്നെ മനസ്സിൽ വരും. നിങ്ങളിപ്പോൾ മോഹൻലാലിനെ പുള്ളി ബ്രോ പറഞ്ഞു മറക്കാൻ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, സത്യം പറഞ്ഞ എന്തോ ചിന്തിച്ചാലും മോഹൻലാലിൻ്റെ ആ ഒരു പടം മനസ്സിൽ വരുവാണ്. അതിങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞിട്ടില്ല, നമ്മൾ പഠനത്തിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ലവിൻ്റെ കാര്യത്തിലായാലും ഇങ്ങനെ ലവ് ഫെയിലിയർ ഒക്കെ ആകുമ്പം അവരെ പറ്റി മറക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും അവരുടെ മുഖമേ വരത്തുള്ളൂ. നിങ്ങൾക്ക് ലവറൊക്കെ ഉണ്ട്, അത് വന്ന് കാണും അങ്ങനെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പഠനത്തിൽ ഇത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞത്. എന്തെങ്കിലും മറക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലേക്ക് പിന്നെയും വരും. അപ്പോൾ നമുക്ക് ഇനി പുള്ളിയുടെ ബ്രോയുടെ അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ ഉറങ്ങി സ്വപ്നം കാണുന്ന സ്റ്റേജിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണെന്ന് തിരിച്ചറിവോടെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ, ലൂസിഡ് ഡ്രീംസ്. ശരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ 1-2 ചെറിയ മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇതിനു മുമ്പ് ഞാൻ ലൂസിഡ് ഡ്രീംസ് എന്താണെന്ന് പറയാം. അതായത് ഫ്രണ്ട്സ്, ലൂസിഡ് ഡ്രീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണുക. അപ്പം നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിക്കും, ഇന്നത് സ്വപ്നം കാണണം, അത് നമുക്ക് സ്വപ്നമായിട്ട് തന്നെ കാണാൻ പറ്റും. അങ്ങനെ പറ്റുമോ ഇല്ലയോ എന്നാണ് ബ്രോ പറയുന്നത്. മെന്റലിസത്തിലൂടെ അത് പറ്റുമോ എന്നാണ് പറയുന്നത്. എങ്ങനെ ചെയ്യാം എന്നാണ് വീഡിയോ പറയുന്നത്. നമുക്ക് മൊത്തം കാണാം.
നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് 6 മണിക്കൂർ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ അലാറം സെറ്റ് ചെയ്യുക. 6 മണിക്കൂറിന് ശേഷം നിങ്ങൾ അലാറം കേട്ട് ഉണർന്ന് 20 മിനിറ്റ് നേരം ഉണർന്നിരിക്കുക. എന്നിട്ട് നിങ്ങൾ മെല്ലെ പതിയെ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക, ഇന്ന് ഞാൻ ലൂസിഡ് ഡ്രീം എന്ന് പറയുന്ന ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് മനസ്സിൽ ഒരു തീരുമാനം എടുക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് REM എന്ന് പറയുന്ന സ്ലീപ്പിംഗ് സ്റ്റേജിലോട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ലൂസിഡ് ഡ്രീം അനുഭവിക്കാൻ പറ്റും. നിങ്ങൾക്ക് ലൂസിഡ് ഡ്രീം അനുഭവിക്കാൻ പറ്റും. പിന്നെയുള്ളത്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ എന്താണെന്നൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഡ്രീം ജേർണൽ എന്ന് പറയുന്നതിനെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ നല്ല രീതിയിൽ ഓർത്തെടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കിട്ടും. അതിലൂടെ ആ സ്വപ്നങ്ങൾ എഴുതി വയ്ക്കുന്നതിൻ്റെ കൂടെ ഇന്ന് ഞാൻ എന്തായാലും ലൂസിഡ് ഡ്രീം കൂടെ കാണുമെന്ന് കൂടി മനസ്സിൽ ഒരു തീരുമാനം എടുക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇതിപ്പോൾ 1 മിനിറ്റേ നമുക്ക് ഇതിൽ സമയമുള്ളൂ. അതുകൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു. ഇതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഞാൻ ട്രൈ നോക്കില്ല. ലൂസിഡ് ഡ്രീംസ് നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലാറം വെച്ച് എണ്ണീക്കുക, എന്നിട്ട് ജസ്റ്റ് 6 മണിക്കൂർ കറക്റ്റ് കിടന്ന് ഉറങ്ങുക. എന്നിട്ട് ജസ്റ്റ് എണ്ണിച്ച് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ലൂസിഡ് ഡ്രീം കാണും, ഞാൻ വിചാരിക്കുന്ന സ്വപ്നം കാണും എന്ന് ചിന്തിക്കുക. എന്നിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങുക. ഒരു പക്ഷേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സാധനം കാണാൻ പറ്റും എന്നാണ് ഈ ബ്രോ പറയുന്നത്. അത് പിന്നെ അടുത്ത ഐഡിയ പറഞ്ഞത്, ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണുകയാണ് അത് എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തെ ഓർത്തെടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഇനി ഒരു പക്ഷേ നമുക്ക് ലൂസിഡ് ഡ്രീം നമ്മൾ പറയുന്ന കാര്യം സ്വപ്നം കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് ബ്രോയുടെ അടുത്ത വീഡിയോ കാണാം. ഫ്രീ ആണെങ്കിലേ ഞാനൊരു കാര്യം പറയാം, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം, പക്ഷേ പെട്ടെന്ന് വേണം. ഫ്രണ്ട്സ്, ഇത് നമുക്ക് ആലോചിക്കാനുള്ളതാണ്, ചിന്തിക്കാനുള്ളതാണ്. തിങ്ക് ഓഫ് എ ഫ്ലവർ. ക്യുക്ക്. ഒരു ഫ്ലവറിനെ പറ്റി ചിന്തിക്കുക. 2, 1, stop. Is it any chance rose? റോസ്. Yes, thank you for your smile. ക്രെഡിറ്റ് എനിക്കല്ല, സൈക്കോളജിക്കലാണ്. കാരണം നമ്മളൊരു പെർട്ടിക്കുലർ ഒരു തോട്ടിനെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞാൽ പ്രോബബിളി ഓരോ ആൾക്കാരുടെയും മനസ്സിൽ ഫസ്റ്റ് ടൈം വരുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ട്. ഒരു നമ്പർ ആണെങ്കിൽ 10നും 1നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആണെങ്കിൽ 5 അല്ലെങ്കിൽ 7 വരാൻ സാധ്യതയുള്ളത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മെൻ്റലിസത്തിൻ്റെ വളരെ ബേസിക് ആയുള്ള തിയറീസാണ് ഇതിന്. പിന്നെ ഓപ്പൺ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ജമന്തിയും വാടാമുല്ലയും കോഴിപ്പൂവും ചെമ്പരത്തിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഇതിനെയൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് ആയാൽ രസമായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സ് കണ്ടല്ലോ, നിങ്ങൾക്ക് ആലോചിച്ച് റോസാണ് വന്നത്. എനിക്ക് 100% പറയട്ടെ, ഞാൻ റോസാണ് ചിന്തിച്ചത്. നിങ്ങൾ എന്താ ചിന്തിച്ചത്? ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതായത് ഒരു മെൻ്റലിസം ഇത്. നമ്മൾ ഒരു 99% ആൾക്കാരും ഒരു പൂവിനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞാൽ ആദ്യം റോസെ ചിന്തിക്കത്തുള്ളൂ. അതാണ് മെൻ്റലിസം പറഞ്ഞത്. പിന്നെ 10നും 10നും ഇടയിൽ സംഖ്യ വിചാരിക്കാൻ പറഞ്ഞാൽ 5, 6, 5നും 7നും ഇടയിൽ സംഖ്യ വിചാരിക്കത്തുള്ളൂ. ഇതൊക്കെയാണ് മെൻ്റലിസം ഫ്രണ്ട്സ്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോഴേ നമ്മൾ ഈ സ്വപ്നം കാണുന്ന സമയത്ത് ചില സ്വപ്നങ്ങൾ ഒട്ടും യുക്തിക്ക് നിരക്കാത്ത സ്വപ്നങ്ങളായിരിക്കും. അതായത് ഒട്ടും ലോജിക്കില്ലാത്ത സ്വപ്നങ്ങളായിരിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. ലോജിക്ക് ഇല്ലാത്ത ഒത്തിരി സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ലോജിക്കും ഇല്ലാത്ത സ്വപ്നം നിങ്ങളും കണ്ടു കാണും. കാണുന്നത് നമ്മൾ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. റിയൽ ലൈഫിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലോജിക്ക് ഇല്ലാത്ത സ്വപ്നങ്ങൾ. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് REM എന്ന് പറയുന്ന റേപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സ്ലീപ്പിംഗ് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ്റെ ചില ഭാഗങ്ങൾ ചെറിയ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നെങ്കിലും ചില ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായിരിക്കും. അതിലൊന്നാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലാണ് നമ്മൾ ഈ യുക്തിസഹജമായിട്ടുള്ള തോട്ട്സ് വരുന്നത്. ഈ ഇൻസൈറ്റ്, മൊറാലിറ്റി, അതായത് ഫ്രണ്ട്സ്, ഈ പ്രീ സെൻട്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന പോർഷൻ, ബ്രെയിനിലെ പോർഷനിലാണ് നമ്മൾ ചിന്തിച്ച് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചെടുക്കുന്നത്. ആ ഒരു പോർഷനാണ്. പക്ഷേ ഉറങ്ങാൻ നേരത്ത് ആ പോർഷൻ വർക്ക് ചെയ്യത്തില്ലെന്നാണ് ഈ ബ്രോ പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ യുക്തിയായിട്ട് നിരക്കാത്ത ലോജിക്കില്ലാത്ത സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. ഓക്കെ ബ്രോ, പൊളി എന്ന് വെച്ചാൽ പൊളി. എനിക്ക് കുറേ പുതിയ അറിവ് കിട്ടും. നിങ്ങൾക്ക് പുതിയ അറിവ് കിട്ടുമെങ്കിൽ പറയണം. ഞാൻ ഉറക്കത്തിലൊക്കെ പറക്കുന്നതും അമാനുഷികനാകുന്നതൊക്കെ സ്വപ്നം കണ്ടു. നമ്മൾ ഒരു യുക്തി ഇല്ലാത്ത ലോജിക്, നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ പറയും എന്ത് ലോജിക്ക് ഇല്ലാത്തതാണ്. പക്ഷെ നമ്മൾ പല സ്വപ്നങ്ങളും കാണുന്നത് ഒരു ലോജിക്കും ഇല്ലാത്തതാണ്. അതിൻ്റെ റീസൺ ഇതാണ്, നമ്മുടെ ലോജിക്ക് പ്രവർത്തിക്കുന്ന തലയുടെ ഭാഗം രാത്രി ഉറങ്ങാൻ നേരത്ത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു 4-5 വീഡിയോ ബ്രോയുടെ കണ്ടു. കിഡിലൻ. എനിക്ക് മെൻ്റലിസത്തിൽ കുറച്ച് നാൾ മുമ്പ് വരെ വിശ്വാസം ഇല്ലായിരുന്നു. കുറച്ച് തള്ളാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി മെൻ്റലിസം സത്യമാണ്. പക്ഷേ ഈ ബ്രോ ഇതിൻ്റെ അകത്ത് വേറെ കാര്യം പറഞ്ഞത്, ഈ മെൻ്റലിസം നമ്മൾ ജയസൂര്യയുടെ പ്രേതം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് പ്രേതത്തോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും പറ്റുമോ മെൻ്റലിസം കൊണ്ടെന്ന് പുള്ളി ചോദിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പുള്ളി എടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ ബ്രോ പറഞ്ഞത് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ഈ മെൻ്റലിസം എന്ന് പറയുന്നത് പുള്ളി പറയുന്നത് ജസ്റ്റ് മനുഷ്യൻ കുറേ സൈക്കോളജിക്കലായിട്ടും ബന്ധമുള്ളൊരു സംഭവമാണ്. അല്ലാതെ നമുക്ക് ഈ അമാനുഷികമായിട്ട് പ്രേതങ്ങളോട് സംസാരിക്കുക അതൊന്നും ചുമ്മാ ഫേക്ക് പരിപാടിയാണ്. അതൊന്നും പറ്റത്തില്ല. പക്ഷേ മെൻ്റലിസം സത്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മെൻ്റലിസത്തെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം
താല്പര്യം കാണും. ഉറപ്പായിട്ട് ഈ ബ്രോയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക. ഇതുപോലെ കിഡിലും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. നമ്മുടെ സയൻസിലെ നമ്മുടെ ഒരു കണ്ടന്റാണ് ടെക്നോളജി ആൻഡ് സയൻസ്, അല്ല സയൻസിലെ ഒരു ഭയങ്കര മാറ്റം വരുന്ന സാധനമാണ് മെന്റലിസം. അപ്പോൾ അതിനെ പറ്റി ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിനായിട്ട്. അപ്പോൾ ആ ബ്രോയുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.